ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഓക്കെ, ഹാപ്പി വിഷു. തുമ്പി തന്നെ ഹാപ്പി. അങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും വിഷു കൈനീട്ടം വാങ്ങലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ വീടിനടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി. അവിടുത്തെ വിഷുക്കണി കാണണം, വിഷു കൈനീട്ടം വാങ്ങണം, പ്രസാദം മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ചെന്നും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പ്രസാദം തീർത്ഥവും ചന്ദനമൊക്കെ വാങ്ങി അവിടുന്ന് ശാന്തിയുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടവും വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ നല്ല വരിയാണ് കേട്ടോ. നല്ല വരി എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. വീടിനടുത്തുള്ള മിക്ക അമ്പലങ്ങളിലും നല്ല തിരക്കായിരുന്നു. ഇതാണ് ഇവിടുത്തെ വിഷുക്കണി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറച്ച് സമയമൊക്കെ എടുത്ത് ഒരുക്കണതെന്ന് കണ്ടാൽ അറിയാം. ഇതെല്ലാം അടിപൊളിയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ തന്ന പ്രസാദത്തിൽ നിന്ന് കുറി അപ്പം തന്നെ വരയ്ക്കണമെന്നും പറഞ്ഞ് അവിടെ വെച്ചാണ് ഗ്ലാസ്സിൽ നോക്കി വരയ്ക്കണതാണ് അമ്മയും മോളും കൂടിയിട്ട് കാണുന്നത്. അപ്പോൾ 2 ആൾ വരയ്ക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ നിർമ്മലമ്മയ്ക്ക് വരയ്ക്കണം. അപ്പോൾ ചിന്നു അമ്മയ്ക്ക് ഒരു കുറി വരച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ വിഷു കൈനീട്ടം കാണിച്ചു തരാം. ഇതാണ് സംഭവം. നല്ല രസമില്ലേ അവർ അത് പതിപ്പിച്ചാണ് വെച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ പേരും എല്ലാ ഡീറ്റെയിലും ദിവസവും ആ ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിഷു കൈനീട്ടം എഴുതിയിട്ടുള്ളത്. ഇത് പുഷ്പാഞ്ജലിയുടെ പ്രസാദം. അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം എനിക്ക് 2-3 എൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ ചിന്നു എന്നോട് ചോദിച്ചു. ഒരെണ്ണം കിട്ടുള്ളൂ കളക്ട് ചെയ്തതാ ഓരോരുത്തരും. അമ്മ വെച്ചു. പിന്നെ പുറത്ത് അവിടെ പ്രസാദം കൊടുക്കണ്ടായി. ഒരു ക്യാരറ്റ് ഹൽവ പോലത്തെ ഒരു സാധനം. എനിക്ക് എന്നിട്ടാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ. ഞാൻ എന്തായാലും വാങ്ങി ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രസാദങ്ങളൊക്കെ മേടിച്ചു. ഇനി ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറെ അമ്പലത്തിലും കൂടി പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് ശ്രീമണ്ഡപുരം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോണത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ടാറ്റാ ബൈ ബൈ.